ഹലോ. ഇന്ന് രാവിലെ നമുക്ക് നല്ല ചൂര കിട്ടിയിട്ടുണ്ട്. നല്ല പച്ചരി പോലെയുള്ള ചൂരയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചൂരയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പും ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ചൂര. കുറേ ദിവസമായിട്ട് നമ്മൾ കഴിക്കുന്നോണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചൂര എല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കഴുകിയെടുക്കാനായിട്ട് ഉപ്പിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുത്തിട്ട് വരാം. ഇനി നമ്മൾ കറി വെക്കാനായിട്ട് പോവാണ്. കൈയോടെ തന്നെ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളിയൊക്കെ എടുത്ത് തൊലി കളയുകയാണ്. മുഴുവനും കറി വെക്കുന്നില്ല, കുറച്ച് വറക്കാനും കൂടെ എടുക്കുന്നുണ്ട്. ചൂരയൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ കൂടുതലും വറക്കുകയാണ് ചെയ്യുന്നത്. ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. ആ എടുത്ത ഇഞ്ചി അത്രയൊന്നും വേണ്ട, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അതിൻ്റെ ഒരു പകുതി ഇടുന്നുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ചേർക്കുന്നത്. നമ്മളൊരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചട്ടി ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. മീൻകറി വെക്കുന്നതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. ദിവസം എല്ലാവരും വീടുകളിൽ ചെയ്യുന്നതുമാണ്. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും അരപ്പൊഴിക്കും. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. പൊടികൾ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ആ എണ്ണയിൽ തന്നെ കിടന്ന് ഒന്ന് മൂക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പൊടികളൊക്കെ ഞാൻ ടീസ്പൂണിനാണ് അളന്നെടുക്കുന്നത് കേട്ടോ, ടേബിൾ സ്പൂണിലൊന്നുമല്ല. അപ്പം നമ്മൾ ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് അടച്ചു കൊടുക്കുകയാണ്, ഒന്ന് നന്നായിട്ട് തിളച്ച് വരാനായിട്ട്. നമ്മളാ എടുത്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചത് എല്ലാം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. കുറച്ച് മോരുകറി ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു തോരൻ വെക്കാനായിട്ടാണ് ഈ പച്ചക്കറിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുള്ളത്. ഒരു മിക്സഡ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി തക്കാളി നമ്മൾ ഇതിലേക്ക് മീൻകറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. തക്കാളി ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കാണും. തക്കാളിയുടെ പുളിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് കഷ്ണങ്ങളാക്കി മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തക്കാളി ഇടാറില്ല. തക്കാളി എല്ലാ ദിവസവും ഒന്നും മുളക് കറിക്ക് ചേർക്കാറില്ല. തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് പിറക്കിയിട്ട് കൊടുക്കാം. ഈ വീട്ടിലെ ചൂരക്കറിക്ക് ആരാധകരേറെയാണ്. വേറെ ഏത് മീൻകറി വെക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമാണ് ചൂരക്കറി. അപ്പം നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മീൻ കഷ്ണങ്ങൾ നമ്മൾ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരപ്പൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി വെന്ത് റെഡി ആയിട്ടുണ്ട്. വാങ്ങുന്നതിന് മുൻപ് അതിലേക്ക് 1 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഇനി നമ്മളൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചത് പാനിൻ്റെ 4 സൈഡിലോട്ടും അങ്ങ് പോയി. നമ്മൾ മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കറിവേപ്പില കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തോരൻ വെക്കാനുള്ള പച്ചക്കറി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഒക്കെ അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. വെള്ളരിക്കായും ചുരക്കായും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ ജലാംശം കൂടുതലായിരിക്കും. ഒരുപാടിട്ട് അങ്ങ് കുഴയ്ക്കുന്ന പോലെ ഇളക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി. നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മീനൊക്കെ നമ്മളങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കണം, മോര് കറി ഉണ്ടാക്കണം. അപ്പോൾ തോരൻ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മോര് കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് മോര് കാച്ചുന്നത്. എന്നും തേങ്ങ അരയ്ക്കാതെ എളുപ്പത്തിന് കാച്ചുകയാണ് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് തേങ്ങ കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ആവശ്യമുള്ള ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കാന്താരി മുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കാച്ചാനുള്ള മോര് കൂടി അതിലേക്ക് തൈര് ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്ത് വന്നതാണിത്. നമ്മുടെ തോരനൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മുടെ വിക്കി കുരയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. അവനോട് കുരയ്ക്കരുതെന്ന് പറഞ്ഞാൽ അവൻ കുരയ്ക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മോര് കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. ഇപ്പോൾ കുറച്ചായിട്ട് നല്ല ടേസ്റ്റാണ്. 2 ദിവസമൊക്കെ ഇരുന്നാലും മോര് കറിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. നല്ല ടേസ്റ്റോട് കൂടി അങ്ങനെ തന്നെ ഇരുന്നോളും. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക്, ഉലുവ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മോര് കറിക്ക് ആവശ്യമുള്ള മുളക് പൊടി, കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മോരും അരപ്പും എല്ലാം കൂടെയുള്ള മിശ്രിതം നമ്മളങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ആവി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മോര് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് ഉള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.